അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പരാതി പ്രകാരം മേയർ എം കെ വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ടത്. സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിച്ച് പ്രധാന അധ്യാപകരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അപലപനീയമാണെന്ന് KPSTA. പുതുക്കിയ മെനു നടപ്പിലാക്കാൻ ഫണ്ട് വർദ്ധിപ്പിക്കണം, ജീവനക്കാരെ നിയമിക്കണം. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി. വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലുമായി നൂറുകണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പരാതി പ്രകാരം മേയർ എം കെ വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ട് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന മേയറും പ്രത്യേക താൽപര്യമെടുത്തതിനാലാണ് തൃശൂരിലെ കോർപ്പറേഷൻ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ നിരന്തരം കാട്ടുപന്നിയെക്കുറിച്ച് പരാതികൾ നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്നെ നിരവധി ആളുകൾ കോർപ്പറേഷനിൽ വന്ന് കാണുകയും കാട്ടുപന്നിയുടെ ഉപദ്രവം കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് മേയർക്ക് ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ നിയമനാസൃതം വെടിവെച്ചു കൊല്ലാൻ കത്ത് നൽകുകയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേയറോട് ആവശ്യപ്പെട്ടതും. തുടർന്ന് മേയർ പ്രത്യേക താൽപര്യമെടുത്ത് ഉത്തരവിട്ടാണ് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി 11-ാം ഡിവിഷനിലെ കൈരളി നഗർ പ്രദേശത്തു നിന്നും അക്രമകാരിയായ കാട്ടുപന്നിയെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നു. തൃശൂർ കോർപ്പറേഷനിലെ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് മേയറും പ്രത്യേക താൽപര്യം എടുത്തതിനാലാണ് തൃശൂർ കോർപ്പറേഷനിലെ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. മേയർക്ക് ഞാനൊരു കത്ത് നൽകുകയുണ്ടായി. കാട്ടുപന്നിയുടെ ഉപദ്രവം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മേയർക്ക് കത്ത് നൽകുകയുണ്ടായി. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ ക്കെതിരെ കൊല്ലാനുള്ള നടപടികളും ഗവൺമെന്റ് ഉത്തരപ്രകാരം നിയമപ്രകാരം നടപ്പാക്കണമെന്നും മേയറോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് മേയർ പ്രത്യേകം ഉത്തരവിടുകയും നിയമാനുസൃതം ഉപദ്രവകാരികളായ അക്രമകാരികളായ കാട്ടുപന്നികളെ കൊല്ലുവാനായിട്ട് മേയർ ഉത്തരവിടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിനഗർ 11-ാം ഡിവിഷനിൽ നിന്നും കൈരളി നഗർ പ്രദേശത്ത് നിന്നും ഏകദേശം 100 കിലോളം തൂക്കം വരുന്ന കാട്ടുപന്നിയെ ഇന്നലെ വെടിവെച്ച് കൊണ്ടുവന്നത്. രാത്രി തന്നെ തൃശൂർ കോർപ്പറേഷനിൽ കൊണ്ടുവന്ന 100 കിലോ ഭാരം വരുന്ന കാട്ടുപന്നിയുടെ ജഡം ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ സൂക്ഷിക്കുകയും രാവിലെ വെറ്റിനറി സർജൻ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. കാട്ടുപന്നിയുടെ മാംസം മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുകയും ജഡം കോർപ്പറേഷൻ ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി സർജൻ, ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമനാസൃതം മറവ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയമനാസൃതം ഉത്തരവ് വന്നത്. മീഡിയ ടൈം, തൃശൂർ. സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയിൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിച്ച് പ്രധാന അധ്യാപകരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അപലപനീയമാണെന്ന് KPSTA. ലോവർ പ്രൈമറി സ്കൂളുകളിൽ 6.78 രൂപയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ മെനു അനുസരിച്ച് ഭക്ഷണ വിതരണം നടത്താൻ കഴിയില്ല. പുതുക്കിയ മെനു നടപ്പിലാക്കണമെങ്കിൽ ഫണ്ട് വർദ്ധിപ്പിക്കുകയും 150 കുട്ടികൾക്ക് 2 പാചക തൊഴിലാളികൾ എന്ന കണക്കിൽ ജീവനക്കാരെ നിയമിക്കുകയും വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. നാട്ടിൽ നിന്ന് പ്രാദേശികമായി സ്വരൂപിക്കാമെന്ന് സർക്കാർ പറയുന്ന മുരിങ്ങയില, ചക്കക്കുരു, കപ്പയ്ക്ക തുടങ്ങിയവ ശേഖരിക്കാനായി ആരാണ് പോവുക? 500 കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഇത്രയും പേർക്ക് മുരിങ്ങയില വേണമെങ്കിൽ അതിനനുസരണമായി മുരിങ്ങയോ അഥവാ ചക്കക്കുരുവോ കപ്പയ്ക്കയോ വാഴക്കൂമ്പോ ഈ നാട്ടിൽ ലഭ്യമാണോ എന്നും സംഘടന ചോദിച്ചു. കൂടാതെ പായസം, റാഗി, കൊഴുക്കട്ട, ഇലയട, വിളയിച്ച അവൽ തുടങ്ങിയവയൊക്കെ കൊടുക്കുകയും വേണം. കേരളത്തിൽ ഒരു ഉച്ചയൂണിന്റെ വില മിനിമം 80 രൂപയും 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപയുമാണ്. മാത്രമല്ല 500 കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരാളെ കൊണ്ട് ഭക്ഷ്യവിഭവങ്ങൾ പാചകം ചെയ്ത് നൽകാൻ കഴിയുകയെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ്,
ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ അനിൽ വട്ടപ്പാറ എന്നിവർ പ്രസ്താവനയിലൂടെ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലി അർപ്പിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം. നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തിവരുന്നത്. വീട്ടുമുറ്റത്ത് ബലിയിടുന്നവരും ഉണ്ട്. പിതൃകൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലുമായി നൂറുകണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങ് നടന്നു. നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി. 6ഓളം കർമ്മികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശക്തമായ മഴയെ തുടർന്ന് കടവിലുണ്ടായ ചെളി ഉൾപ്പെടെ നീക്കം ചെയ്ത് വിപുലമായ സൗകര്യങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. അഗ്നിശമന സേന, പോലീസ് എന്നിവരുടെ സേവനങ്ങളും സുരക്ഷയുടെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു. ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കർക്കിടക വാവിന്റെ ഭാഗമായി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ നടന്ന ബലിതർപ്പണം ഭക്തിസാന്ദ്രമായി. പിതൃക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിന് ആയിരങ്ങൾ എത്തി. കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്ര സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പുലർച്ചെ മുതൽ ജനങ്ങളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുഴത്തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലുകളിലായിരുന്നു ബലിതർപ്പണം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശാന്തിമാർ കാർമ്മികരായി. ബലിതർപ്പണത്തിന് ശേഷം പിണ്ടം പുഴയിൽ ഒഴുക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആളുകൾ വെള്ളം കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പടവുകളിൽ ഗ്രിൽ കെട്ടി സംരക്ഷണവും ഏർപ്പെടുത്തി. ചാലക്കുടി അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ സ്കൂബ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസും ഉണ്ടായി. ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് NSS കരയോഗം പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തി. അന്നമനട ശ്രീ നാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു. കൊടുങ്ങല്ലൂർ ദിവ്യൻ ചാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവ് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. കുരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് ലിജീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK ശേഖരൻ, KK അഭിലാഷ്, KM വിജയൻ, പ്രതാപൻ പനക്കൽ, സന്തോഷ് കൈതവളപ്പിൽ, പ്രതാപൻ കിഴക്കേ വീട്ടിൽ, KG സതീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. കയ്പമംഗലം വഞ്ചിപ്പുര അയിരൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭവക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. അനിരുദ്ധൻ ശാന്തി, കുമരേശൻ ശാന്തി, മഹേഷ് ശാന്തി, സെക്രട്ടറി ജ്യോതിർമയൻ, ചെന്താമരാക്ഷൻ, ബൈജു സന്തോഷ്, CK ജോഷി, സുഗതൻ, മുരളി പ്രകാശൻ, MK രാജേഷ്, അജീഷ്, ജിബി, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. അഴീക്കോട് ശ്രീ മുരുക ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ മുനക്കൽ കടപ്പുറത്ത് കർക്കിടക വാവ് ബലി നടത്തി. അഴീക്കോട് ശ്രീ മുരുക ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ മുനക്കൽ കടപ്പുറത്ത് കർക്കിടക വാവ് ബലി നടത്തി. രാവിലെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി മധു നേതൃത്വം നൽകി. നിരവധി പേർ പിതൃതർപ്പണം നടത്താൻ എത്തി. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കുഴൂർ അപ്പുക്കുട്ടൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദീപ് ശാന്തി സഹകാർമ്മികനായിരുന്നു. ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത്, സെക്രട്ടറി സജി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മേലൂർ പൂലാനിയിലെ വീട്ടുപറമ്പിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി. കുമ്പളത്തുപറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപറമ്പിലാണ് പന്നിയെ ചത്ത നിലയിൽ കണ്ടത്. വനം വകുപ്പ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് ഏറെക്കാലമായി പന്നിശല്യം രൂക്ഷമാണ്. ചാലക്കുടി മേലൂരിൽ പാൽ കയറ്റി വന്ന വാഹനം മറിഞ്ഞു. വാഹനത്തിൽ ഉണ്ടായിരുന്ന 700 ലിറ്ററോളം പാൽ റോഡിലൊഴുകി. വ്യാഴാഴ്ച രാവിലെ മേലൂർ ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. മേലൂരിലെ പാൽ ഡയറികളിൽ നിന്നും പാൽ ശേഖരിച്ചു വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. മുന്നിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്ന ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ ഡ്രൈവർ ബ്രേക്കിട്ടതോടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നായരങ്ങാടി കുട്ടിഷാപ്പിന് സമീപമുള്ള കലിക്കൽ നായരങ്ങാടി കനാൽ ബണ്ട് റോഡ് തകർന്ന നിലയിൽ. ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും വാഹനങ്ങളും പോകുന്ന റോഡ് തകർന്നിട്ടും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ റോഡ് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മാളയിൽ മൗനജാഥയും സർവകക്ഷി യോഗവും നടന്നു. മാള പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വകാര്യ നഷ്ടം മാത്രമല്ല VSന്റെ വേർപാട്. VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം സ്വകാര്യ സ്വത്തായിരുന്നില്ല. VS എന്ന രണ്ടക്ഷരം VSനെ കേരളത്തിലെ ഇംഗ്ലീഷും മലയാളവും അടക്കമുള്ള എല്ലാ പത്രങ്ങളും അവരവർക്ക് ചേരാവുന്ന വിധത്തിലുള്ള നിരവധി വിശേഷണ പദം കൊണ്ട് സഖാവ് VSനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു പത്രം എഴുതി, പോരാട്ടത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്നൊരു പത്രം എഴുതി. ഓരോ പത്രങ്ങളും ഓരോ സ്വഭാവത്തിലുള്ള ഓരോ വാക്കുകൾ, ഓരോ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത വാക്കുകളിലൂടെ അവർ അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത VSനെ ബഹുജന സമക്ഷത്തിൽ വിശദീകരിക്കാനായിട്ട് മത്സരബുദ്ധിയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷനായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ, കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയ്കുമാർ, M രാജേഷ്, KC വർഗീസ്, ബിനിൽ പ്രതാപ്, CR പുരുഷോത്തമൻ, MR അപ്പുകുട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, റോമി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ബലിതർപ്പണ സ്ഥലത്ത് അണലിപ്പാമ്പിനെ കണ്ടെത്തി. വാക്കടപ്പുറത്ത് ഇന്ന് രാവിലെ ബലിയിടൽ കർമ്മങ്ങൾ നടക്കുന്നതിനിടയിലാണ് 3 അടിയോളം നീളമുള്ള അണലിയെ കണ്ടത്. കടപ്പുറത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പ്. നാട്ടുകാരും പോലീസും വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ സജന എത്തി പാമ്പിനെ പിടികൂടി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തുണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയെ തുടർന്ന് നടത്തിയ അനുശോചന യോഗത്തിൽ ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. മുൻ MLA BD ദേവസി മുഖ്യപ്രഭാഷണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ MLA AK ചന്ദ്രൻ, TP ജോണി, KP തോമസ്, MS സുനിത, VO പൈലപ്പൻ, പോളി ഡേവിസ്, VI പോൾ, CS സുരേഷ്, PD ദിനേശ്, MG ബാബു, ഭരിത പ്രതാപ്, KA ഉണ്ണികൃഷ്ണൻ, II അബ്ദുൾ മജീദ്, ജോസ് പൈനാടത്ത്, PV ഷാജൻ, CG സിനി, പോൾ പുല്ലൻ, ജോയ് മൂത്തേടൻ, K മുരളി തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊടുങ്ങല്ലൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ, ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ PP സുഭാഷ്, CC ബിപിൻ ചന്ദ്രൻ, TP രഘുനാഥ്, KP സുനിൽകുമാർ, വിദ്യാസാഗർ, TA നൌഷാദ്, വേണു വെണ്ണറ, റഹീം പള്ളത്ത്, ഷെഫിക് മണപ്പുറം, അഡ്വക്കേറ്റ് അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു. സഹോദയ സ്കൂൾ കോംപ്ലക്സ് തൃശൂർ സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കലോത്സവം 2025 ചാലക്കുടി CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ 25 വെള്ളിയാഴ്ച നടക്കും. തൃശൂർ ജില്ലയിലെ 50 CBSE വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം അധ്യാപകർ ഈ കലോത്സവത്തിൽ പങ്കെടുക്കും. പ്രശസ്ത സിനിമ ടെലിവിഷൻ താരമായ ലിഷോയ് ഉദ്ഘാടനം നിർവഹിക്കും. പത്രസമ്മേളനത്തിൽ തൃശൂർ സഹോദയ ട്രഷറർ ബാബു കോയിക്കര, വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ, ജനറൽ കൺവീനർ മൃദുല മധു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പരാതി പ്രകാരം മേയർ MK വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ടത്. സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിച്ച് പ്രധാന അധ്യാപകരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അപലപനീയമാണെന്ന് KPSTA. പുതുക്കിയ മെനു നടപ്പിലാക്കാൻ ഫണ്ട് വർദ്ധിപ്പിക്കണം, ജീവനക്കാരെ നിയമിക്കണം.
പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി. വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലുമായി നൂറുകണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.